ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനാസ് ബ്യൂട്ടി ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ തൊലി കറുത്ത പഴം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട്, ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് പഴം ഒരു 2-3 പഴം ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തൊലി കറുത്ത 2 പഴമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പഴം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പച്ചപ്പഴമാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടില്ല, കാരണം നമുക്കത് കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ തൊലി കറുത്ത പഴം, നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു പഴം, 1-2 പഴം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു പഴത്തിലാണ് ചെയ്യുന്നത്. ഒരു പഴം ഇതുപോലെ ചെറുതായിട്ട് ഉടച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ളിലത്തെ കുരു വേണമെങ്കിൽ കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കളയുന്നില്ല. കുരു കളയുന്നുണ്ടെങ്കിൽ നടുവിനെ കീറിയിട്ട് ഉള്ളിലത്തെ കുരു മാറ്റിയിട്ട് എടുക്കാം. എന്നിട്ട് കൈവച്ച് ഇനി നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. അധികം പഴുക്കാത്ത പഴമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുപോലെ കുഴക്കുമ്പോഴാണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. നമുക്ക് ചുട്ടെടുക്കേണ്ടതാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടില്ല. അപ്പം പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി, ഒരു ചെറിയ ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അത് ഒരുമിച്ച് ചേർത്ത് കുഴക്കരുത്. കുറച്ച് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ പഴം നമുക്ക് അധികം, പഴത്തിന് ടേസ്റ്റ് അധികം വേണമെന്നാണെങ്കിൽ 2 പഴമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അത് നമുക്കറിയാമല്ലോ, ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതി ആവുന്നവരെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അല്പാൽപ്പമായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ട് ചപ്പാത്തീൻ്റെ ആ ഒരു പരുവാകുന്നവരെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് കയ്യിലൊക്കെ നൊട്ടിപ്പിടിക്കണം. ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. കുഴച്ച് വരുമ്പോഴത്തേക്കും പശപ്പൊക്കെ പോവും. നന്നായിട്ട് നമുക്ക് വിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല പരുവത്തിൽ കിട്ടും, സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ അതുവരെ ഒന്ന് കുഴക്കുക. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒന്നുകൂടി ഒന്ന് നനച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, നനക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലാണ് എടുക്കുന്നത്. തിളപ്പിച്ച പാല്, തിളപ്പിക്കാത്ത പാല് ഏതാണെങ്കിലും എടുക്കുക. അപ്പം പാലില്ല എന്നാണെങ്കിൽ വെള്ളത്തിൽ കുഴച്ചാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, കാരണം ആ പഴത്തിൻ്റെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. നല്ല മധുരമൊക്കെ വേണമെന്നാണെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ, ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഒന്ന് നമ്മുടെ ആ ഒരു ഇത് സോഫ്റ്റ് ആവും, ഗോതമ്പൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ട് കയ്യിൽ ഒട്ടാതെ കിട്ടുന്നത് വരെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. എന്തോരം കുഴക്കുന്നു അത്രയും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചപ്പാത്തി കിട്ടും കേട്ടോ. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം, ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ ചേർക്കുന്നത് നെയ്യാണ്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നെയ്യാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇതിൽ പഴമൊക്കെ ഒന്ന് നന്നായിട്ട് പഴവും തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ എണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പരമാവധി നെയ്യ് തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. നെയ്യില്ല എന്നാണെങ്കിൽ എണ്ണയിൽ ചെയ്യാൻ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കശുവണ്ടിയും മുന്തിരിയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കശുവണ്ടി മുന്തിരിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം, ഏത്തപ്പഴം കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾ അധികം പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അധികം പഴം എടുക്കുക കേട്ടോ, കാരണം ഫില്ലിങ്സ് അധികം വേണ്ടി വരും. പൊടി കുറവാണെങ്കിൽ 1-2 പഴം എടുക്കുക. നന്നായിട്ട് ആ നെയ്യിൽ പഴം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടി കിട്ടും, അതിൽ പെട്ടെന്ന് നല്ല ഉടഞ്ഞും കിട്ടും.
പഴം ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. അപ്പം കുറച്ച് തേങ്ങ മതി, ഒരുപാട് തേങ്ങ എന്നിട്ട് ഇതാക്കണ്ട. നമ്മുടെ ആവശ്യത്തിന് ഒരു പഴം എന്തോരം ഉണ്ടോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ തേങ്ങ എടുക്കുക. എന്നിട്ട് തേങ്ങ ഒന്ന് വെള്ളം വിട്ട് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് വെള്ളം വിട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം. നന്നായിട്ട് തേങ്ങയുടെ വെള്ളം വലിഞ്ഞ് പഴമായിട്ട് നന്നായിട്ട് ചേർന്ന് തന്നെ. അപ്പോൾ പഴവും തേങ്ങയും നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാവ് എന്താ പറയുക, ആ ഒരു ഗോതമ്പ് നന്നായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പഴവും ഗോതമ്പും കൂടി കണ്ടത് നല്ല ചപ്പാത്തിക്ക് പറ്റിയ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പലക എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് തടവിയിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. നല്ല നേരിട്ടായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ നല്ല നേരിയതായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ എല്ലാം നമുക്കിതേപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചുടുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു ചപ്പാത്തി നമ്മുടെ പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഫുൾ വേവ് ആവരുത്, ഒരു ഹാഫ് വേവ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുന്നവരെ ഒന്നിടുക. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ഇവിടെ വേണം നമ്മുടെ ഫില്ലിങ്സ് വെക്കാനായിട്ട്. ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഴവും തേങ്ങ കൂടി നന്നായിട്ട് വഴറ്റിയത് കുറച്ച് വെച്ച് കൊടുക്കാം. അടിവശം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിവശം കരിഞ്ഞു പോകും. നമുക്കിതൊന്ന് മടക്കിയൊക്കെ എടുക്കാനുള്ള ഒരു സമയം കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡും മടക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തടവുന്നുണ്ട്, നമുക്ക് സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ വെള്ളവും മൈദയും കൂടി കലക്കിയിട്ട് അത് തടവി കൊടുക്കുക, ഇല്ലെങ്കിൽ വെള്ളം തടവിയാലും നന്നായിട്ട് സ്റ്റിക്കായിരിക്കും. എന്നിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇതേപോലെ ഒട്ടിച്ചില്ല എന്നാണെങ്കിൽ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന പഴമൊക്കെ തിരിച്ചിടുമ്പോഴത്തേക്കും പുറത്തേക്ക് തെറിച്ച് വരും. നന്നായിട്ട് തന്നെ ഇതേപോലെ തവ വെച്ച് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ രണ്ട് സൈഡും മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇതേപോലെ മടക്കിയിട്ട് വെള്ളം തടവി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടില്ല, പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഒട്ടിച്ചതിന് ശേഷം തീ കൂട്ടി കുറച്ചൊക്കെ വെച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒട്ടിക്കുന്ന വരെയും നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം. പിന്നെ എന്താ, നമുക്ക് നമ്മുടെ ആ ഒരു ചപ്പാത്തി നന്നായിട്ട് തന്നെ ഒട്ടിച്ച് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ചുട്ടെടുക്കണം.
തീ കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് ചുട്ടെടുക്കുക കേട്ടോ. കാരണം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയുകയും ചെയ്യും, ഉള്ളും വേഗില്ല. അപ്പോൾ നമുക്ക് ഉള്ള് ഹാഫ് വേവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളും ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അതുപോലെ മടക്കിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് എന്താ പറയുക വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് കുറച്ച് കൂട്ടിയൊക്കെ വെച്ച് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ടൊക്കെ ചുട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗവും ഉള്ളുഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് രണ്ട് സൈഡും ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്നാക്ക് എന്ന് പറയാനായിട്ട്. നമുക്ക് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ്. അതുപോലെ നല്ല ഹെൽത്തിയാണ്. കാരണം പഴവും നെയ്യൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും. പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.